ഇപ്പൊ നമ്മുടെ ഷെന്നും ഡൗട്ട് അടിച്ചാണ് നമ്മുടെ സി ഒരു പെണ്ണാണെന്ന്. പക്ഷെ അതെല്ലാം വെറും തമാശക്കാണ് അവൻ പറഞ്ഞത്. നമ്മുടെ ഷെന്നിന് ഇതുവരെ അറിയത്തില്ല അവനൊരു പെണ്ണാണെന്ന്. അതേസമയം തന്നെ ഇപ്പൊ നമ്മുടെ പാവപ്പെട്ട ഗൂനെ കാണിക്കുവാണ്. അവന്റെ അച്ഛൻ അവൻ ചെയ്ത് കാണിച്ച എല്ലാ കാര്യം അറിഞ്ഞിട്ട്, എടാ ഗു, നീ എന്ത് കാര്യമാണ് ചെയ്തേക്കുന്നത്? ആ ഒന്നിനും കൊള്ളാത്ത സൂപ്പർ സ്റ്റാറിനെ വിളിച്ചോണ്ട് നാട് മൊത്തം ചുറ്റി കറങ്ങിയേക്കുന്ന ന്യൂസ് പേപ്പർ മൊത്തം നിങ്ങൾ രണ്ട് ലവേഴ്സ് ആണെന്നാ പറയുന്നത്. എനിക്കറിയാം ഈ കല്യാണം നിർത്താൻ വേണ്ടി നീ ചെയ്യുന്ന പ്ലാൻ ആണിത്. ഒന്നും നടക്കത്തില്ല മോനെ. നിന്നെ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛനില്ല എന്നെ വിളിച്ച് ക്ലാസ് എടുക്കുന്നു. ഡോ, ഇയാൾക്ക് പയ്യനെ നല്ലോണം വളർത്താൻ അറിയാവോ ഇല്ലെന്ന്. എനിക്കാണെ വലിയ നാണക്കേടായി പോയി. നിന്നെ പോലത്തെ പയ്യനല്ലേ എനിക്ക് കിട്ടിയ. ദാ നോക്കിക്കോ, ഇനി നീ എന്ത് ചെയ്താലും നിനക്ക് ആ പെണ്ണ് തന്നെ. ഇത് ഫിക്സ് ചെയ്ത് എന്നിന് അച്ഛനും പറയുമ്പോഴാണ് ഇത് കേട്ടവനും ഫിക്സ് ചെയ്തെന്നോ? ആ പെണ്ണിന്റെ തന്തയ്ക്ക് നാണമാനൊന്നുമില്ല. ഞാൻ വേറൊരു പെണ്ണായിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങുന്ന അയാൾ വീണ്ടും ഫിക്സ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന നാണില്ലാത്തൻ. എന്നിന് അവനും ദേഷ്യപ്പെടുമ്പം ഇത് കേട്ട അച്ഛനും, മോനെ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ നിന്റെ മാമനാകാൻ പോകുന്നത് അയാളാ. ഇനി ആര് വന്നാലും നിന്നെ ഈ കല്യാണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കത്തില്ല മോനെ എന്നിന് അച്ഛനും നമ്മുടെ ഗുവോട് പറയും. അതേസമയം തന്നെ ആ ഹണ്ടറും നമ്മുടെ സിയും ഷെന്നും വിളിച്ചോണ്ട് പുറത്തോള്ള വഴി കാണിച്ചു കൊടുക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം ആ പെൺകുട്ടിയുടെ ഇരിക്കുന്ന പട്ടിക്കുട്ടി ഓടിപ്പോവും. അങ്ങനെ ഇത് കണ്ട ഹണ്ടറും ഇവരുടെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ പട്ടിക്കുട്ടി അന്വേഷിച്ച് തിരിച്ചു പോകുമ്പോഴാണ് കുറെ സമയമായിട്ടും നമ്മുടെ സി ഷെന്നും അദ്ദേഹം തിരിച്ചു വരാത്ത നോട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ഷെന്നും, സി നീ കൊച്ചിന്റെ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പോയി അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു നോക്കിട്ട് തരാം എന്നിന് അവനും ആ ഹണ്ടർ പോയി അതേ ദിശയിലായിട്ട് ഓടിച്ചില്ലും. അങ്ങനെ അവൻ വരുന്നവര് വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ സിയും ഇവ രണ്ടുപേരും പോയിട്ട് കുറെ സമയത്തുണ്ട് ആ കൊച്ചിനെ മാത്രം ഒറ്റയ്ക്കാക്കിയിട്ട്, മോളെ ഞാൻ ഇപ്പൊ വരാം എന്നിന്നെ നമ്മുടെ ഷെൻ പോയി അതേ ദിശയിലേക്ക് ഇവള് ഓടിച്ചില്ലും. അപ്പോഴാണ് നമ്മുടെ സി ഓടി ഓടി അവസാനം അയാളുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ചെന്നെത്തും. അപ്പോഴാണ് നമ്മുടെ ഷെന്നും ഷോക്കായി നിൽക്കുന്ന അവൾ കാണുന്നത്. ഇത് കണ്ട് സി അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് പട്ടിക്കുട്ടി അന്വേഷിച്ചു പോയ ആ ഹണ്ടർ അവിടെ മരിച്ചു കിടക്കുന്നത്. ഇതിന്റെ എല്ലാം കാരണം വേറെ ആരില്ല, ആ ജപ്പാൻകാരൻ ഇവരെ കണ്ടുപിടിക്കുമ്പോഴാണ് കറക്റ്റ് ഇവരെ ഫോളോ ചെയ്ത് ആ പെങ്കൊച്ച അവിടെ വന്നിട്ട് തന്റെ അച്ഛൻ മരിച്ചത് കാണാതെ അവൾ ആ പട്ടിക്കുട്ടി എടുത്ത് ഇങ്ങനെ കൈ പിടിച്ചേക്കും. ഇത് കണ്ടതോടെ നമ്മുടെ സി പെട്ടെന്ന് വിഷമിച്ചിട്ട്, ഷെൻ നമ്മൾ കാരണമല്ലേ ഇദ്ദേഹം ഇപ്പൊ മരിച്ചത്, പാവം ഈ കൊച്ചിന് സ്വന്തം അച്ഛൻ മരിച്ച പോലും അറിയാതെ അവൾ നിൽക്കുന്ന അവസ്ഥ കണ്ടില്ല എന്നിന് അവൾ ആ കൊച്ചിനെ വിചാരിച്ച് വിഷമിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഷെന്നും, സി ഇപ്പൊ ഇമോഷണൽ ആകേണ്ട സമയമല്ല, ആ ജപ്പാൻകാർ നമ്മളെ ഫോളോ ചെയ്ത് ഇപ്പൊ ഇവിടെ എത്തും, പെട്ടെന്ന് ഈ കൊച്ചിനെങ്കിലും നമ്മൾ രക്ഷിക്കണം എന്നിന് ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജപ്പാൻകാർ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. ഇതുകൊണ്ടതോടെ നമ്മുടെ ഷെന്നും സിക്കോ അവൾക്കോ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഫ്രണ്ടിൽ ചാടും. അതിനുശേഷം നമ്മുടെ ഷെന്നും ആ ജപ്പാൻകാരെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി സീനെ ആ പെൺകുട്ടിയും വിളിച്ചോണ്ട് അവിടെ നോടാൻ പറയും. എന്നിട്ട് ഷെന്നും ഒറ്റയ്ക്ക് ആ ജപ്പാൻകാരെ അടിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സിയും ഷെന്നിനോർത്ത് വിഷമിച്ചിട്ട്, മോളെ നീ ഇവിടെ നിൽക്കി, ഞാൻ ഇപ്പൊ വരാവേ എന്നിന് അവനെ രക്ഷിക്കാൻ പോകുമ്പോഴാണ് ആ ജപ്പാൻകാർ നമ്മുടെ സിയുടെ കാലിന് ഷൂട്ട് ചെയ്യുന്നത്. അതോടെ അവൾക്ക് അവിടെ നനങ്ങാൻ സാധിക്കത്തില്ല. അങ്ങനെ ഇവിടെ യുദ്ധം നടക്കുന്ന അതേ സമയത്ത് നമ്മുടെ കൂടെ എൻഗേജ്മെന്റ് നടക്കുവാണ്. അങ്ങനെ അവന് രക്ഷപ്പെടാൻ സാധിക്കാതെ കഷ്ടകാലത്തിന് ഇവളെ തന്നെ കെട്ടണമെന്ന് ആലോചിച്ച് പേടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ അച്ഛനും, എടാ മോനെ എനിക്കറിയാം നിന്റെ മൈൻഡിൽ കുറെ പ്ലാനൊക്കെ ഇങ്ങനെ ഓടുവന്ന്, എങ്ങനെ രക്ഷപ്പെടണം, എങ്ങനെ അച്ഛനെ നാണം കെടുത്തണം എന്നൊക്കെയല്ലേ, പേടിക്കണ്ട ഒന്നും നടക്കത്തില്ല, ഞാൻ എപ്പോഴും നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും എന്നിന് അച്ഛനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവൻ ദേഷ്യപ്പെട്ട്, എന്തോ നോക്കാനാ, എന്റെ മൈൻഡിനകത്ത് ഒരു പ്ലാനും പോകുന്നില്ല, വല്ല പ്ലാൻ ഉണ്ടേ പറഞ്ഞ ഞാൻ തന്നെ എങ്ങനെ രക്ഷപ്പെടണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക, അപ്പോഴാ കുണുകുണാന്നൊന്ന് സംസാരിക്കുന്നത്, ഒന്ന് പോ സാറേ, വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ടെന്ന് പറയാം എന്നിന് അവന് അച്ഛനെ പറഞ്ഞേക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഒരുത്തൻ നമ്മുടെ കൂടെ കൈ ഒന്ന് പിടിച്ചിട്ട്, സാർ നിങ്ങളാണോ എന്റെ പെണ്ണിനെ കെട്ടാമോന്ന ആള് എന്നിന് അവനും ചോദിക്കും. ഇത് കേട്ടതോടെ സിയും പെട്ടെന്ന് ഷോക്കി, എന്തുവാ നിന്റെ പെണ്ണോ, ആരാടാ നീ എന്നിന് അവനും നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവനും പറയുന്നത്, സാർ നിങ്ങൾ കെട്ടാമോന്ന പെണ്ണിന്റെ എക്സ് ബോയ് ഫ്രണ്ടാ ഞാൻ, ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്നിന് അവനെ കുറിച്ച് പറയും. ഇത് കേട്ടതോടെ നമ്മുടെ ഗുഡ് ഡബിൾ ഹാപ്പി ആവും. കാരണം കല്യാണം നിർത്താൻ വേണ്ടി അവനൊരു പെർഫെക്റ്റ് ഐഡിയ കിട്ടി. അതുകൊണ്ട് അവനും പെട്ടെന്ന് മറ്റവനെ നോക്കി, ഡാടാടാ നീയാണോ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട്, എങ്ങനെ ഒപ്പിച്ച്, ആ ശരി അതൊക്കെ വിട്, നിനക്ക് അവളെ വേണോ, വിളിച്ചോണ്ടോയിക്കോ, ഞാനൊന്നും പറയത്തില്ല എന്നിന് അവൻ പറയും. ഇത് കേട്ട് മറ്റവനും, വിളിച്ചോണ്ടോവാനോ, ഞാൻ അതിനല്ല വന്നേ എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഗുവും, എന്തുവാ അതിനല്ല വന്നെന്നോ, പിന്നെ എന്തിനാടാ വന്നേ, ഡാ ഞാൻ നിനക്കൊരു ഐഡിയ തരാം, എന്റെ ഫേസ് ഉണ്ടില്ല, നീ കൊച്ചിൽ നിന്റെ അച്ഛനിട്ട് അടിക്കത്തില്ല, അത് കണക്ക് അടിച്ച് പൊട്ടിട്ട് തന്നെ, ഞാനൊന്നും പറയത്തില്ല, നമുക്ക് ഈ കല്യാണം അങ്ങനെ നിർത്താം, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ എന്നിന് അവൻ വീണ്ടും പറയുമ്പം ഇത് കേട്ട് മറ്റവനും, അയ്യോ സാറേ ഞാൻ കല്യാണം നിർത്താനെന്നല്ലേ വന്നേ, ഞാൻ നിങ്ങളെ കൺഗ്രാജുലേഷൻ പറയാൻ വന്നേ, എനിക്കൊന്നും അവളെ വേണ്ട, താങ്ക് യു ഫോർ യുവർ ഐഡിയ, ഞാൻ കല്യാണം കണ്ടിട്ട് സദ്യ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്നിന് അവനും പോയതോടെ ഇത് കേട്ട് ഗുവും, നാണില്ലാത്തവൻ കല്യാണം കാണാൻ വന്നേക്കുന്ന, നീക്കൊരു എക്സ് ബോയ് ഫ്രണ്ട് ആണോടാ എന്നിന് അവന് വേറെ വഴിയില്ലാതെ ഇങ്ങനെ ടെൻഷനായി അവസാനം അച്ഛൻ വിചാരിച്ച പോലെ എൻഗേജ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് മോതിരം മാറ്റുന്ന സമയത്ത് വേറൊരു ജീവനായി നമ്മുടെ സൂപ്പർ സ്റ്റാർ മാസൻഡറോട് കാണിക്കുന്നത്. ഇത് കണ്ടതോടെ നമ്മുടെ ഗുവിന് വീണ്ടും ഫേസിൽ ഒരു സന്തോഷം വരും. വന്നടാ വന്ന് എന്റെ ലേഡി സൂപ്പർ സ്റ്റാർ വന്നടാ, ഇനി ആരെന്റെ കല്യാണം നടത്തുന്ന നോക്കട്ട്, കമോൺ കമോൺ എന്നിന് അവൻ അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറും, മാറി നിക്കടാ എന്റെ പയ്യനെ കല്യാണം കഴിക്കാൻ നീ ആരടി എന്നിന് എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് നമ്മുടെ ഗൂവിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് ഓടിപ്പോവും. അപ്പോഴാണ് ഇത് കണ്ട് കല്യാണ പണിയിൽ അടുത്തോടിയിരുമ്പം നമ്മുടെ ഗുവും സൂപ്പർ സ്റ്റാറും കൂടെ അവളെ കളിയായിക്കൊണ്ട്, പൊടി പൊടി നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് അവിടെ നിപ്പുണ്ട്, വേണേ അവനെ ചെന്ന് കെട്ടിക്കുക, അയ്യോ സോറി അവന് നിന്നെ വേണ്ടെന്ന്, നിന്നെ ആർക്കും വേണ്ടടി എന്നിന് ഇവർ രണ്ടുപേരും കൂടെ മറ്റേ പെണ്ണിനെ കളിയായിക്കൊണ്ട് നൈസിനെ അവിടെ നിന്ന് എസ്കേപ്പ് ആകും. എന്നിട്ട് ഗുവും സന്തോഷെത്തി, ഓ സൂപ്പർ സ്റ്റാർ ഞാൻ ഒട്ടും വിചാരിച്ചു നോക്കിയില്ല നിന്റെ മാസ് എൻട്രി, എന്നെ കൊണ്ട് പറ്റാത്ത പോലും നിന്നെ കൊണ്ട് പറ്റുന്നല്ല, യു ആർ ഗ്രേറ്റ് എന്നിനെ കുറെ സ്വീറ്റ് ഡയലോഗ്സ് ഒക്കെ ഇട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ പൊക്കിക്കൊണ്ടേയിരിക്കും. അതേസമയം നമ്മുടെ ഷെന്നും ആ ജപ്പാൻ കല്ലിനെ അടിച്ചിട്ടിട്ട് തിരിച്ച് സിയെ വന്ന് നോക്കാൻ പോകുമ്പോഴാണ് സി അവിടെ
അവിടെ കാണത്തില്ല. ഇത് കണ്ട് അവനും ആ കൊച്ചിനെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വീണ്ടും സി അന്വേഷിച്ച് ദൂരേക്ക് ഓടിപ്പോവും. അപ്പോഴാണ് ആ ജപ്പാൻകാര് നമ്മുടെ സിയെ പൊക്കിക്കൊണ്ട് പോകുന്നതാണെന്നത്. ഇത് കണ്ടതോടെ നമ്മുടെ ഷെൻ അവരെ ഫോളോ ചെയ്തിങ്ങനെ പോവും. എന്നിട്ട് ഇവിടെ വെച്ചൊരു മാസ് എൻട്രി കാണിച്ച് നമ്മുടെ ഷെന്നും അവരുടെ കാറെല്ലാം തടഞ്ഞു നിർത്തി ഒരു വലിയ ഫൈറ്റ് സീൻ ഇവിടെ നടക്കും. എത്ര പേരുണ്ടെങ്കിലും ഒരാളായിട്ട് നമ്മുടെ ഷെൻ അവരിൽ അടിച്ചിട്ട് അവസാനം നമ്മുടെ സിയെ രക്ഷിക്കും. എന്നിട്ട് ഇവര് മൂന്നുപേരും കൂടെ ആ ജപ്പാൻകാര് വന്ന വണ്ടിക്കകത്ത് തന്നെ എസ്കേപ്പ് ആകും. അതേസമയം നമ്മുടെ ഗൂവും സിയെ കുറിച്ച് അറിയാൻ വേണ്ടി അവനൊരു കടയിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴാണ് മിലിറ്ററി സ്കൂളിൽ ആരും എടുക്കാത്തത്. എന്നിട്ട് അവൻ സൂപ്പർ സ്റ്റാറിനെ കണ്ടിട്ട് ഒരു സെക്കൻഡ് ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഇപ്പൊ വരാം. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് മിലിറ്ററി സ്കൂളിൽ നിന്ന് നമ്മുടെ ഗൂവിന് ഒരു കോൾ വരുന്നത്. ഇതുകൊണ്ട് അവിടെ സ്റ്റാഫും മാഡം ഗൂ സാർ ഇപ്പൊ ഫോൺ വിളിച്ചായിരുന്നു, അദ്ദേഹം ഇപ്പൊ തിരിച്ചു വിളിക്കുന്നത്. എന്നിട്ട് അവർ പറയുമ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ ആ ഫോണിങ്ങനെ എടുക്കും. അപ്പോഴാണ് മിലിറ്ററി സ്കൂളിൽ നിന്ന് നമ്മുടെ ചോക്ലേറ്റ് ബോയ് സംസാരിക്കുന്നത്. എടാ ഗൂ, ഇത് നീയാണോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് സൂപ്പർ സ്റ്റാറും ഇത് ഗൂ അല്ല, പക്ഷെ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, എന്തുവാണെങ്കിലും എന്നോട് പറഞ്ഞോ, ഇവിടുന്ന് ഡയറക്റ്റ് അവന്റെ ചെവിയിലേക്ക് പോകും. എന്നിന് സൂപ്പർ സ്റ്റാർ പറയുമ്പോൾ ഇത് കേട്ട് അവനും എങ്കിൽ ശരി, ഞാൻ പറയാൻ പോകുന്ന കാര്യം അവനോട് പറഞ്ഞേക്കണേ. മിലിറ്ററി സ്കൂളിൽ നിന്ന് നമ്മുടെ സിയും ഷെന്നും കൂടെ മിസ്സായി, അവരെ ജപ്പാൻകാർ ഫോളോ ചെയ്യുന്ന സോങ് എന്നോടൊന്നും പറഞ്ഞ ഈ കാര്യം ഗൂവിനോട് പറയണേ, അവനെങ്കിലും പോയി രക്ഷിക്കട്ടെ, ഞങ്ങളെ കൊണ്ട് ഇവിടുന്ന് പുറത്തിറങ്ങാൻ സാധിക്കത്തില്ല. ഇതിന് അവനും പറഞ്ഞിട്ട് ഫോൺ കിട്ടിയും. ഇത് കേട്ട് നമ്മൾ സൂപ്പർ സ്റ്റാറും പിന്നെ ഇത് പറഞ്ഞ അവൻ ഇവിടുന്ന് പോകത്തില്ല, എനിക്കിപ്പോ അവൻ്റെ കൂടെ ഡേറ്റ് ചെയ്യണം. എന്നിന് അവളും നമ്മുടെ ഗൂവിനോട് ഈ കാര്യം ഒന്നും പറയാതെ അവനെ വിളിച്ചോണ്ട് പുറത്തു പോകും. എന്നിട്ട് അടുത്തുള്ള ഒരു കട കണ്ടിട്ട് ഗൂ 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 അവിടുന്ന് ഒരു ഫുഡ് വാങ്ങിച്ചോ പ്ലീസ്. എന്നിന് അവളും ടേബിളിൽ ചെന്നിരിക്കും. ഇത് കേട്ട് അവനും അവൾക്ക് വാങ്ങിക്കാൻ വേണ്ടി അവന് പൈസ നോക്കുമ്പോഴാണ് അവന്റെ പേഴ്സ് മറന്നുപോയ കടയിൽ തന്നെ വെച്ച് കാണും. എന്നിട്ട് അവൻ ആ ഫോൺ വിളിച്ച കടയിലേക്ക് പോകുമ്പോഴാണ് അവിടുത്തെ സ്റ്റാഫും പറയുന്നത്, സാർ നിങ്ങൾക്കൊന്ന് കോള് മറ്റേ മേഡം എടുത്തായിരുന്നു, അവരെല്ലാം പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? എന്നിന്റെ സത്യം എല്ലാം പറഞ്ഞോടെ ഇത് കേട്ട് ഗൂ ടെൻഷനായി അവൾക്ക് കഴിക്കാനുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് എക്സ്ക്യൂസ് മീ, എനിക്കൊന്ന് ഫോൺ കോളിനെ കുറിച്ച് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് സൂപ്പർ സ്റ്റാറും അതൊന്നുമില്ല, സിയെ ഷെന്നും ജപ്പാൻകാരെന്ന് ഫോളോ ചെയ്യുന്നത്, അത് പറഞ്ഞ നീ ഇവിടുന്ന് പോകത്തില്ല, പിന്നെ ഞാൻ ഒറ്റയ്ക്കാം, അതാ ഞാൻ പറയാത്ത. എന്തായാലും അവർ രണ്ടുപേരും കൂടെ അല്ലേ എങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്ത് രക്ഷപ്പെടും. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് പെട്ടെന്ന് അവന് ദേഷ്യപ്പെട്ട്, ദാ നോക്കിക്കോ, ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് വേറൊരു പെണ്ണിനെ ഇഷ്ടം, അതുകൊണ്ട് നീ എന്നെ മറന്നിട്ട് സന്തോഷമായിട്ട് ജീവിച്ചോ. എന്നിനെ ഡയറക്റ്റ് ആയിട്ട് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഇത് കേട്ടതോടെ നമ്മുടെ സൂപ്പർ സ്റ്റാർ മൊത്തത്തിൽ അപ്സെറ്റ് ആയി, അവർ ഇമോഷണൽ ആകും. അതേസമയം ഇതുവരെ നടക്കുന്നതൊക്കെ നമ്മുടെ ഷെന്നിനും ചേട്ടനും കണ്ടോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ സൂപ്പർ സ്റ്റാർ വിഷമിച്ചിരിക്കുന്നുണ്ട്. അവന് സഹിക്കാൻ പറ്റാതെ പെട്ടെന്ന് തണുപ്പായതുകൊണ്ട് കോട്ടൂരി നമ്മുടെ സൂപ്പർ സ്റ്റാറിന് ഇട്ട് കൊടുക്കും. അപ്പോഴാണ് അവനെ കണ്ടിട്ട് പെട്ടെന്ന് സൂപ്പർ സ്റ്റാർ വിഷമിച്ചിട്ട്, ഷെന്റിങ് ബായ് ആ ഗൂ എന്നെന്തിനാ വെറുക്കുന്നത്, അവൻ എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടാത്ത? എന്നിന് അവളും വിഷമിച്ച് ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഷെന്നിനും ചേട്ടനും ക്യൂമാൻഡിൻ, അവന് ബുദ്ധിയില്ല, ഐക്യു ലെവല് കുറവാ, നിന്നെ പോലെ പെണ്ണുങ്ങളെ കിട്ടാൻ അവന് ഭാഗ്യം ചെയ്യണം, അത് അവനില്ല, നീ ഒന്നും വിഷമിക്കണ്ട. എന്നതിനെ നമ്മൾ സൂപ്പർ സ്റ്റാറിനെ സമ്മാനപ്പെടുത്തി തിരിച്ച് അവരുടെ ഹോട്ടലിൽ കൊണ്ടാക്കും. അപ്പോഴാണ് പെട്ടെന്ന് നമ്മൾ സൂപ്പർ സ്റ്റാർ ഹഗ് ചെയ്തിട്ട്, ഷെന്റിങ് ബായ് ഞാൻ എപ്പോ വിഷമിച്ചാലും എന്റെ കൂടെ നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ, അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഇതിനു മുന്നേ അവെല്ലാം കഷ്ടപ്പെടുത്തിട്ടുണ്ടെങ്കിൽ സോറി. എന്നിന് അവളും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ഷെന്റിങ് ബായ് ഷോക്കായിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇങ്ങനെ പറഞ്ഞത് സന്തോഷപ്പെടും. അതിനുശേഷം നമ്മൾ ഷെന്നിനും ചേട്ടൻ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് സെക്രട്ടറി പറയുന്നത്, സാർ നിങ്ങളുടെ അനീന ജപ്പാൻകാർ ഫോളോ ചെയ്ത് ഇപ്പൊ അവന് പരിക്കുറ്റി ഹോസ്പിറ്റലിൽ കിടക്കുക. എന്നിന് അവനും പറയുമ്പോൾ ഇത് കേട്ട് ഷെന്നിനും ചേട്ടനും പെട്ടെന്ന് അവനെ കാണാൻ വേണ്ടി അവിടെ നിന്ന് പോകും. അതേസമയം നമ്മുടെ ഗൂവും സിക്ക് ഡേഞ്ചർ ആണെന്ന് അറിഞ്ഞ ഉടനെ അവളെ കാണാൻ വേണ്ടി അവൻ അവിടെ വന്നോണ്ടിരിക്കും. ഇതേ സമയം ഹോസ്പിറ്റലിലെ സ്റ്റാഫും നമ്മുടെ സിയും ഷെന്നും മിലിറ്ററി സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവിടെയുള്ള നമ്മുടെ ഫിറ്റായി കമാൻഡറിനെ വിളിച്ച് ഈ കാര്യം പറയും. അതിനുശേഷം ഫിറ്റായി കമാൻഡർ അവിടേക്ക് ചെന്ന് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് മിലിറ്ററി സ്കൂളിന് അടുത്തേക്കുള്ള ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്യും. അപ്പോഴാണ് നമ്മുടെ സിയെ കാണാൻ വേണ്ടി മിസ് ഹു അവിടെ വരുന്നത്. ഇതാരാൻ ചോദിച്ചാൽ നമ്മുടെ ജാൻ ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിലെ ഓണറാണ് ഇവര്. അതേപോലെ തന്നെ ആ ട്രെയിനിൽ വെച്ച് റോയൽ സീൽ കട്ടുകൊണ്ടുപോകാൻ വേണ്ടി ജപ്പാൻകാരും വേറൊരു ടീമായിട്ട് ഫൈറ്റ് ഉണ്ടായി കാണും. ആ വേറൊരു ടീം ഈ മിസ് ഹൂടെ ടീമാണ്. ഇപ്പൊ നമ്മുടെ സിയെ കാണാൻ വന്നേക്കുന്നതും അതേ കാര്യത്തിനാണ്. കാരണം അന്ന് റോയൽ സീല് മിസ് ഹൂടെ ടീം അടി ഉണ്ടാക്കിയപ്പം ആ ജപ്പാൻകാരത്തിന് രക്ഷപ്പെടുന്നതിന് മുമ്പേ സിയുടെ ബാഗ് വെച്ച് കാണും. അതുകൊണ്ടാണ് അവന്മാര് നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ആ ട്രെയിനിൽ നിന്ന് ചാടിപ്പോയത്. അതുകൊണ്ട് മിസ് ഹുവും നമ്മുടെ സിയോടെ വന്ന് നല്ല രീതിയിൽ സംസാരിച്ചിട്ട്, മോളെ ഞാൻ ജാൻ ലീവ് എടുത്തേക്കുക, അതുകൊണ്ട് അവൾക്ക് കടയിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെ ഇവിടെ ഇരുന്ന് നല്ലോണം നോക്കിക്കോളും. എന്നിട്ട് അവളോട് സംസാരിച്ചോണ്ട് നൈസിന് ആ റോയൽ സീൽ കട്ടെടുത്തിട്ട് അതിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് അവിടെ വയ്ക്കും. എന്നിട്ട് കാര്യമില്ല സക്സസ് ആയതോടെ അവർ നൈസിന് അവിടെ നിന്ന് പോകും. പക്ഷെ അതേ സമയത്താണ് ഈ റോയൽ സീൽ കട്ടുകൊണ്ടുപോകാൻ വേണ്ടി രണ്ടാമത്തെ ടീം അവിടെ വരുന്നത്. അതായത് നമ്മുടെ മെയിൻ ജപ്പാൻ താരം ഓഡയുടെ മകള്. അങ്ങനെ അവൾ ആ റോയൽ സീൽ എവിടെന്നറിയാൻ വേണ്ടി നേരിട്ട് ഷെന്നിനെ കാണാൻ വേണ്ടി പോകും. എന്നിട്ട് അവന്റെ അവസ്ഥ കണ്ടിട്ട്, ഓ ഷെൻ നിന്നെ ആരിങ്ങനെ ആക്കിയ പാവികള്, നിന്നെ അവർ ഷൂട്ട് ചെയ്തോ? എന്നതിനെ നമ്മുടെ ഷെന്നിനോട് ഫീലിങ്സ് ഉള്ള പോലെ കുറെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. പക്ഷെ സത്യത്തിൽ ഇവളയച്ച ജപ്പാൻകാരാണ് നമ്മുടെ ഷെന്നിനെ ഷൂട്ട് ചെയ്തത്. അപ്പോഴാണ് ഈ സത്യം എന്ന് പറയുന്നത് നമ്മുടെ ഷെന്നും നടന്ന എല്ലാ കാര്യം പറയുന്നത്. അതായത് ട്രെയിനിൽ വെച്ച് ആ റോയൽ സീല് നമ്മുടെ സിയുടെ ബാഗിലായതെല്ലാം ഇങ്ങനെ പറയും. അപ്പോഴാണ് വന്ന കാര്യം സക്സസ് ആയതോടെ നമ്മുടെ ഓടയുടെ മകളും പെട്ടെന്ന് ഷെന്നിന് ബായ് പറഞ്ഞിട്ട് നേരിട്ട് റോയൽ സീൽ എടുക്കാൻ വേണ്ടി സിയെ കാണാൻ പോകും. എന്നിട്ട് മിസ് ഹൂവിന് പോലെ നമ്മുടെ സിയോട് സംസാരം കൊടുത്തോണ്ട് നൈസിന് ആ റോയൽ സീൽ എടുക്കും. എന്നിട്ട് അവരും ഓക്കെ സി ബൈ ബൈ എന്നിന്റെ കാര്യമെല്ലാം കഴിഞ്ഞോടെ നൈസിന് അവിടെ നിന്ന് എസ്കേപ്പ് ആകും. പക്ഷെ സത്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഓടയുടെ മകൾ ഇപ്പൊ എടുത്തത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ മിസ് ഹൂയുടെ കയ്യിലും. അങ്ങനെ പാവം ഇതറിയാതെ ഓടയുടെ മകൾ ആ റോയൽ സീൽ എടുത്തോണ്ട് അവളുടെ അടിമയോട് ചോദിക്കും, എടാ ഇത് ഒറിജിനലാണോ? എന്നിന് അവൾ ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവനും യെസ് മാഡം ഇത് ഒറിജിനലാ, പക്ക പ്യുവർ. എന്നിന് അവൻ പറഞ്ഞു കേട്ട് ഇവരുടെ അവിടെ നിന്ന് പോകും. ഇവന്റെ പേര് നമുക്ക് മിസ്റ്റർ എക്സ് എന്ന്
എന്ന് വിളിക്കാം. എന്നിട്ട് നമ്മൾ ഷെന്നും സിയെ കാണാൻ വേണ്ടി അവിടെ വന്നിട്ട് സി നീ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യം നിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു എന്ന് അവൻ ചോദിക്കും. പക്ഷെ സി അവളുടെ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ പുറത്തിറങ്ങിയ, അതുകൊണ്ട് അവളുടെ പേരൻസിനോടൊന്നും പറഞ്ഞാണില്ല. അവനാണ് അവള് ഷെന്നിനോട് അതൊക്കെ ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്നെ നോക്കാൻ വേണ്ടി ഒരു ജാൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേരൻസ് എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട ഷെന്നും പെട്ടെന്ന് ഷോക്കി, എന്തുവാ നിന്നെ ജാൻ ഇവിടെ നോക്കിക്കോളുന്നു എന്നിന് അവനൊരു നോട്ടം നോക്കും. കാരണം നമ്മൾ ഷെൻ വിചാരിച്ചേക്കുന്നത് നമ്മുടെ സി ഒരു ആണാന്നാണ്, അതുകൊണ്ടാണ് ജാന്റെ കൂടെ എന്ന് പറഞ്ഞപ്പം അവൻ ചെറിയ ഷോക്കായത്. എന്നിട്ട് അവനും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, സി ആ ജാൻ ആരാ, നിന്റെ ഗേൾ ഫ്രണ്ടോ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട അവളും ഇല്ല എന്റെ ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല, ജസ്റ്റ് എന്റെ ഫ്രണ്ട് അത്രേ ഉള്ളു എന്നിന് അവളും പറയുമ്പോഴാണ് നമ്മൾ ഷെന്നിന്റെ ഫേസിൽ ഒരു സന്തോഷം വരുന്നത്. ഇതിനിപ്പോ എവിടെ പോയി അവസാനിക്കാൻ പോകണെന്തോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന അതേ സമയത്താണ് തെറ്റായ സമയത്ത് നമ്മുടെ ഗുവോട് വരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ക്ലോസ് ആയിരിക്കുന്നിട്ട് പെട്ടെന്ന് അവനും ദേഷ്യപ്പെട്ടിരിക്കും. അപ്പനാണ് ഷെന്നും പതുക്കെ അടുത്തേക്ക് വന്നിട്ട് സി ആവശ്യമില്ലാതെ നിന്റെ സ്ട്രെങ്ത് ഒക്കെ വേസ്റ്റ് ഫെൽ ആയിട്ട് മിണ്ടി തീർക്കാതെ എന്നിങ്ങനെ നമ്മുടെ ഗുവിനെ നോക്കി ദേഷ്യപ്പെട്ടോണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം നമ്മുടെ ജാനോട് വരുമ്പം ഇവരുണ്ട് പരസ്പരം നോക്കി അടിവിടുന്നുണ്ട്. പെട്ടെന്ന് അവളും മേടിച്ച് അയ്യോ എനിക്ക് വേറെ തന്നെ എടുക്കുന്നത് ഞാൻ പോവാ എന്നിന് നൈസിന് അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകും. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തിരുന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ താഴെ കമന്റിൽ പറയുക. എന്നാലേ പെട്ടെന്ന് വീഡിയോ ഇടാൻ കുറച്ച് എനർജി എടുത്തുള്ളൂ. അതുകൊണ്ട് എനർജി ബൂസ്റ്റ് എല്ലാവരും കമന്റ് ചെയ്യുക. സോ ഇനിയിപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.